Hi dear students, നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു പോർഷനാണ് ഡീൽ ചെയ്തത്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താന്ന് പറഞ്ഞു, അതിൽ രണ്ട് കാറ്റഗറീസ് ആണ്, പാരാമെട്രിക് ടെസ്റ്റുകളുണ്ട് അതുപോലെ തന്നെ നോൺ പാരാമെട്രിക് ടെസ്റ്റുകളുണ്ട്. സോ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പാരാമെട്രിക് ടെസ്റ്റ് എന്താന്ന് പറഞ്ഞു, ദെൻ അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പാരാമെട്രിക് ടെസ്റ്റ്, അതായത് സെറ്റ് ടെസ്റ്റ് എന്താ, ടി ടെസ്റ്റ് എന്താ, എഫ് ടെസ്റ്റ് എന്താ, അതിന്റെ യൂസേഴ്സ് എന്താ, അസംഷൻസ് എന്താ, എല്ലാം പറഞ്ഞു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോണ ടോപ്പിക് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരു പാരാമീറ്റർ, ഒരു പോപ്പുലേഷൻ പാരാമീറ്ററിനെ അല്ല ടെസ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് കൺസേൺഡ് വിത്ത് ടെസ്റ്റിംഗ് ഓഫ് പാരാമീറ്റേഴ്സ്. നോൺ പാരാമെട്രിക് ടെസ്റ്റുകളിൽ നമ്മൾ ഒരു അസംഷനും പോപ്പുലേഷനെ കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ എസ് ഡി അൺനോൺ ആണ്, നോൺ ആണ്, അത്തരത്തിൽ ഒരു അസംഷൻസും എന്ത് ചെയ്യുന്നില്ല, നടത്തുന്നില്ല. സോ നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സിനെ അല്ല സ്റ്റഡി ചെയ്യുന്നത്. ദെൻ അവിടെ നമ്മൾ പോപ്പുലേഷന്റെ മീതെ ഒരു അസംഷൻസും എന്ത് ചെയ്യുന്നില്ല, നടത്തുന്നില്ല. ദാറ്റ്സ് വൈ, അതുകൊണ്ട് തന്നെ നോൺ പാരാമെട്രിക് ടെസ്റ്റിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ്. സോ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പാരാമെട്രിക് ടെസ്റ്റും ഉണ്ട്, നോൺ പാരാമെട്രിക് ടെസ്റ്റും ഉണ്ട്. പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്നുള്ള ഒരു അസംഷനെ ബേസ് ചെയ്താണ്. ദെൻ നോൺ പാരാമെട്രിക് ടെസ്റ്റിലോട്ട് വരുമ്പോൾ അത്തരത്തിൽ ഒരു അസംഷൻസും ഇവിടെ നടത്തുന്നില്ല. ഇവിടെ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സിന് എന്ത് ചെയ്യുന്നില്ല, ടെസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ്. ഇനി ഈ നോൺ പാരാമെട്രിക് ടെസ്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ chi-square ടെസ്റ്റ്, ദെൻ സൈൻ ടെസ്റ്റ്, തേർഡ് വൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ്, ഫോർത്ത് വൺ റാങ്ക് സം ടെസ്റ്റ്, ഫിഫ്ത്ത് വൺ റൺ ടെസ്റ്റ്, സിക്സ്ത് വൺ കോൾമോഗ്രേവ് സ്മിർനർ ടെസ്റ്റ്, KS ടെസ്റ്റ്. സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്. ഇതിലെ chi-square ടെസ്റ്റ് എന്താ, അതുപോലെ തന്നെ വിൽകോക്സിന്റെ സൈൻഡ് റാങ്ക് ടെസ്റ്റ് എന്താ, ഈ രണ്ട് ടെസ്റ്റുകളാണ് നമുക്ക് നോക്കാനുള്ളത്. നമ്മുടെ ഈ ഒരു ചാപ്റ്ററുമായിട്ട് നമ്മുടെ ഈ ഒരു പാർട്ടിൽ അസോസിയേറ്റ് ചെയ്ത് വരുന്നത് ഇത് രണ്ടുമാണ്. ബാക്കിയുള്ളതൊന്നും നമുക്ക് പഠിക്കാനില്ല. സോ നമുക്ക് ആദ്യം വാട്ട് ഈസ് chi-square ടെസ്റ്റ്, chi-square ടെസ്റ്റ് എന്താന്ന് നോക്കാം. യെസ്, the value of chi-square describes the magnitude of differences between observed frequencies and expected frequencies under certain assumptions. അതായത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസും ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസും തമ്മിലുള്ള ഡിഫറൻസസ് അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് നമ്മൾ chi-square വാല്യൂസ് യൂസ് ചെയ്യുന്നത്. chi-square ടെസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസും അതിൻ്റെ ഡിഫറൻസസ് അല്ലെങ്കിൽ ആ ഡിഫറൻസിന്റെ മാഗ്നിറ്റ്യൂഡ് അതാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇവിടെ ഈ chi-square വാല്യൂസ് എന്ന് പറയുന്നത് 0 മുതൽ ഇൻഫിനിറ്റി വരെ അതിൻ്റെ റേഞ്ച്. chi-square വാല്യൂസ് റേഞ്ചസ് ഫ്രം 0 to infinity. ഇനി chi-square ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് വിച്ച് ടെസ്റ്റ് the significances of difference between observed frequencies and corresponding theoretical frequencies. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതുമായിട്ടുള്ള ഫ്രീക്വൻസീസ് കുറച്ച് അസംഷൻസിനെ ബേസ് ചെയ്ത് ഒരു പോപ്പുലേഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതും നമുക്ക് തിയറിറ്റിക്കലി അതല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഫ്രീക്വൻസീസിന്റെ ഡിഫറൻസസ് അല്ലെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസസ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതാണ് chi-square ടെസ്റ്റിലൂടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു ടെസ്റ്റ്, അതായത് chi-square ടെസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് 1990കളിലാണ്, 1990s പ്രൊഫസർ കാൾ പിയേഴ്സൺ, ഗ്രേറ്റ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആണ്. അദ്ദേഹമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് ആയിട്ടുള്ള chi-square ടെസ്റ്റ്, ഇതൊരു സിംപ്ലസ്റ്റ് ഫോം ആണ് അല്ലെങ്കിൽ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് പ്രൊഫസർ കാൾ പിയേഴ്സൺ ആണ്, 1990s. ഇനി വാട്ട് ആർ ദ യൂസസ് ഓഫ് chi-square? chi-squareന്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ യൂസ് എന്ന് പറയുന്നത് യൂസ്ഫുൾ ഫോർ ദി ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. chi-square test can be used to test whether there is goodness of fit between the observed frequencies and expected frequencies. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒബ്സർവ് ചെയ്യുന്നതുമായിട്ടുള്ള ഫ്രീക്വൻസീസിന്റെ ഇടയിൽ ആ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ഏതാ യൂസ് ചെയ്യുക, chi-square ടെസ്റ്റ് ആണ്. സോ ഫസ്റ്റ് യൂസ് ആണ് ഇറ്റ് യൂസ്ഫുൾ ഫോർ ദി ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്.
ഇനി രണ്ടാമത് പറയുന്നത് യൂസ്ഫുൾ ഫോർ ദി ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. അതായത് രണ്ട് ആട്രിബ്യൂട്ട്സ് അത് അസോസിയേറ്റ് ചെയ്ത് വരുന്നുണ്ടോ, വെദർ ടു ആട്രിബ്യൂട്ട്സ് ആർ അസോസിയേറ്റഡ് ഓർ നോട്ട്, അത് റിലേറ്റഡ് ആണോ അസോസിയേറ്റഡ് ആണോ അല്ലെങ്കിൽ അല്ലേ, ഇത് പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്യാനും നമ്മൾ എന്ത് യൂസ് ചെയ്യും, chi-square ടെസ്റ്റ് യൂസ് ചെയ്യും. രണ്ട് ആട്രിബ്യൂട്ട്സിന്റെ ഇൻഡിപെൻഡൻസിനെ ടെസ്റ്റ് ചെയ്യാൻ, അത് ഡിപെൻഡന്റ് ആണോ ഇൻഡിപെൻഡന്റ് ആണോ, അത് അസോസിയേറ്റഡ് ആണോ അല്ലെങ്കിൽ നോട്ട് അസോസിയേറ്റഡ് ആണോ, സോ അത് ടെസ്റ്റ് ചെയ്യാനും നമ്മൾ chi-square യൂസ് ചെയ്യും. Then third one, useful for the test of homogeneity. അതായത് രണ്ട് ആട്രിബ്യൂട്ട്സ് ഹോമോജീനിയസ് ആണോ ഹെട്രോജീനിയസ് ആണോ, അതായത് ഹോമോജീനിയസ് ആണോ അല്ലയോ അത് ടെസ്റ്റ് ചെയ്യാനും നമ്മൾ ഏതാ യൂസ് ചെയ്യുക, chi-square ടെസ്റ്റ് ആണ്. Then fourth one, useful for testing given population variance. Chi-square test can be used for testing whether the given population variance is acceptable on the basis of samples drawn from that population. അതായത് നമ്മളൊരു പോപ്പുലേഷന് സാമ്പിൾസ് എടുക്കുകയാണ്, ഡ്രോൺ ചെയ്ത് അതിനെയാണ് ടെസ്റ്റ് ചെയ്യുക. സോ ആ സാമ്പിൾസ് നമ്മൾ ഡ്രോൺ ചെയ്തത് ആ പോപ്പുലേഷനിൽ നിന്ന് അതിനെ കറക്റ്റായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ, നമുക്ക് ആ ഒരു ഗിവൺ പോപ്പുലേഷൻ വാരിയൻസ് അക്സെപ്റ്റബിൾ ആണോ, അത് ടെസ്റ്റ് ചെയ്യാനും chi-square യൂസ് ചെയ്യും. സോ ഒന്നുകൂടി പറയാണ്, chi-square എന്ന് പറയുന്നത് വൺ ഓഫ് ദി സിംപ്ലസ്റ്റ് ഫോം, അതായത് നോൺ പാരാമെട്രിക് ടെസ്റ്റിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്, മോസ്റ്റ് കോമൺലി അല്ലെങ്കിൽ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. പ്രൊഫസർ കാൾ പിയേഴ്സൺ അദ്ദേഹമാണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. 1990കളിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. chi-square ടെസ്റ്റിൽ നമ്മുടെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസും അതിൻ്റെ ഒരു ഡിഫറൻസ്, അത് ആ ഡിഫറൻസസിന്റെ സിഗ്നിഫിക്കൻസ് എത്രമാത്രം ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് എത്രമാത്രം ഉണ്ട്, അതാണ് പഠിക്കുന്നത്. ദെൻ chi-square വാല്യൂസ് എന്ന് പറയുന്നത് അതിന്റെ റേഞ്ച് 0 to infinity ആണ്. ദെൻ നമ്മൾ പറഞ്ഞു അതിന്റെ യൂസസ്, അതായത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസും ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസിന്റെ ഇടയിലെ ആ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ് ചെയ്യാൻ. ദെൻ രണ്ട് ആട്രിബ്യൂട്ട്സ് അസോസിയേറ്റഡ് ആണോ നോട്ട്, ദാറ്റ് മീൻസ് ഇൻഡിപെൻഡന്റ് ആണോ ഡിപെൻഡന്റ് ആണോ എന്നറിയാം. ദെൻ തേർഡ് വൺ, രണ്ട് ആട്രിബ്യൂട്ട്സ് ഹോമോജീനിയസ് ആണോ അല്ലെങ്കിൽ ഹോമോജീനിയസ് അല്ലേ അതറിയാൻ. ദെൻ ഫോർത്ത് വൺ, നമ്മളൊരു പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾസ് ഡ്രോൺ ചെയ്യുമ്പോൾ ആ സാമ്പിൾസ് നമുക്ക് അക്സെപ്റ്റബിൾ ആണോ അല്ലെങ്കിൽ അല്ലേ അതറിയാനും chi-square യൂസ് ചെയ്യും. ഇനി വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് chi-square ടെസ്റ്റ്? chi-square ടെസ്റ്റിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, chi-square ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് ആസ് റിലയബിൾ ആസ് പാരാമെട്രിക് ടെസ്റ്റ്. ഒരു പാരാമെട്രിക് ടെസ്റ്റിന്റെ അത്രമാത്രം റിലയബിലിറ്റി chi-square ടെസ്റ്റിനില്ല. ദെൻ ദ സെക്കൻഡ് വൺ, നമുക്ക് എന്ത് ചെയ്യണം, അവിടെ chi-square വാല്യൂസ് കമ്പ്യൂട്ട് ചെയ്യണം. ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് പ്രൊപ്പോർഷൻസോ പെർസെൻറ്റേജസോ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് chi-square വാല്യൂസ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൾട്ട് ആണ്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ രണ്ട് ലിമിറ്റേഷൻസ് ആണ്, പാരാമെട്രിക് ടെസ്റ്റിന്റെ അത്രമാത്രം റിലയബിലിറ്റി chi-square ടെസ്റ്റിനില്ല. ദെൻ സെക്കൻഡ് വൺ പറഞ്ഞിട്ടുള്ളത് പ്രൊപ്പോർഷൻസോ പെർസെൻറ്റേജോ ആണ് ഗിവൺ വാല്യൂ എന്നുണ്ടെങ്കിൽ chi-square വാല്യൂസ് കനോട്ട് ബി കമ്പ്യൂട്ടഡ്. സോ നമ്മുടെ നോൺ പാരാമെട്രിക് ടെസ്റ്റിലെ ഫസ്റ്റ് വൺ ആയിരുന്നു chi-square ടെസ്റ്റ്. ഇനി ദ നെക്സ്റ്റ് വൺ, വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ്. വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതിന്റെ പേരിൽ പറയണ പോലെ തന്നെ ഫ്രാങ്ക് വിൽകോക്സൺ അദ്ദേഹമാണ് ആ ഒരു സൈൻഡ് റാങ്ക് ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് വൺ ഓഫ് ദി അല്ലെങ്കിൽ വൺ അനദർ ഇമ്പോർട്ടൻറ്റ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. നോൺ പാരാമെട്രിക് ടെസ്റ്റിലെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് ആണ് വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? വി ക്യാൻ ഡിറ്റർമൈൻ both direction and magnitude of differences between matched values. അതായത് നമുക്ക് മാച്ച്ഡ് വാല്യൂസിന്റെ ഡിഫറൻസസിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അറിയണം എന്നുണ്ടെങ്കിൽ, അത് രണ്ടും ഡിറ്റർമൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ ഒരു റാങ്ക് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ chi-square ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ ഈ വാല്യൂസിന്റെ ഇടയിലുള്ള ആ ഒരു ഡിഫറൻസസ് അറിയാൻ അല്ലെങ്കിൽ അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് അറിയാൻ. ഇവിടെ അതിന്റെ ഒരു സിഗ്നിഫിക്കൻസും അതുപോലെ തന്നെ ഡിറക്ഷനും അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടെസ്റ്റ് യൂസ് ചെയ്യും? വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ് യൂസ് ചെയ്യും. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഫ്രാങ്ക് വിൽകോക്സൺ ആണ്. യെസ്, അപ്പൊ നമ്മുടെ നോൺ പാരാമെട്രിക് ടെസ്റ്റ് അതാണ് നമ്മൾ പറഞ്ഞത്. നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is not concerned with testing of parameters. Then അവിടെ assumptions ഒന്നും നമ്മൾ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു പേര് നമ്മൾ വിളിക്കുന്നുണ്ട്.
ദെൻ ഇമ്പോർട്ടൻറ്റ് നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. chi-square ടെസ്റ്റ് ഉണ്ട്, സൈൻ ടെസ്റ്റ് ഉണ്ട്, സൈൻഡ് റാങ്ക് ടെസ്റ്റ് ഉണ്ട്, ദെൻ റാങ്ക് സം ടെസ്റ്റ് ഉണ്ട്, റൺ ടെസ്റ്റ് ഉണ്ട്, കേസ് ടെസ്റ്റ് ഉണ്ട്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ യൂസ് ചെയ്യുന്ന നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ. ഇതിൽ 2 ടെസ്റ്റുകളാണ് നമ്മൾ പറഞ്ഞത്. വാട്ട് ഈസ് chi-square ടെസ്റ്റ് ആൻഡ് വാട്ട് ഈസ് വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ്. അതിൽ ആദ്യത്തെ മെത്തേഡ് അല്ലെങ്കിൽ ആദ്യത്തെ ടെസ്റ്റ് ആയിരുന്നു chi-square എന്താണെന്നുള്ളത്. chi-square എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് എന്നും അതുപോലെ തന്നെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസിന്റെ ഇടയിലെ ഡിഫറൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് ആണ് സ്റ്റഡി ചെയ്യുന്നത്. chi-square വാല്യൂസ് എന്ന് പറയുന്നത് 0 മുതൽ ഇൻഫിനിറ്റി വരെ അത് റേഞ്ച് ചെയ്യുന്നുണ്ട്. ദെൻ chi-square ടെസ്റ്റിൽ അതൊരു സിംപ്ലസ്റ്റ് അല്ലെങ്കിൽ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് പ്രൊഫസർ കാൾ പിയേഴ്സൺ ആണ്, 1990s. ഇനി അതിന്റെ യൂസസ് നമ്മൾ പറഞ്ഞു. അതായത് 2 ഫ്രീക്വൻസീസ്, അതായത് എക്സ്പെക്റ്റഡ് ആൻഡ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസിന്റെ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഐഡന്റിഫൈ ചെയ്യാൻ. ദെൻ 2 ആട്രിബ്യൂട്ട്സ്, അത് ഇൻഡിപെൻഡന്റ് ആണോ, അത് പരസ്പരം അസോസിയേറ്റഡ് ആണോ എന്നറിയാൻ, അത് ഹോമോജീനിയസ് ആണോ എന്നറിയാൻ. ദെൻ അതുപോലെ തന്നെ പോപ്പുലേഷൻ വാരിയൻസ് അതിനെ ടെസ്റ്റ് ചെയ്യാൻ. ദെൻ അതിന്റെ ലിമിറ്റേഷൻസ് നമ്മൾ പറഞ്ഞു. പാരാമെട്രിക് ടെസ്റ്റിന്റെ അത്ര കണ്ട് റിലയബിൾ അല്ല. ദെൻ അതുപോലെ തന്നെ പ്രൊപ്പോർഷൻസോ പെർസെൻറ്റേജോ തന്നിട്ടുണ്ടെങ്കിൽ chi-square വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ പറഞ്ഞത് വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ് ആണ്. ഫ്രാങ്ക് വിൽകോക്സൺ അദ്ദേഹമാണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. 2 വാല്യൂസിന്റെ ഡിഫറൻസസ്, അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അറിയണമെന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ എന്തായി, അവിടെ എൻഡ് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് അനാലിസിസ് ഓഫ് വാരിയൻസ്. വാട്ട് ഈസ് അനാലിസിസ് ഓഫ് വാരിയൻസ് അല്ലെങ്കിൽ വാട്ട് ഈസ് അനോവ? യെസ്, അനാലിസിസ് ഓഫ് വാരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ 2 അതിലധികമോ സാമ്പിൾസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റഡി ചെയ്യാണ്, അനലൈസ് ചെയ്യാണ്. 2 അല്ലെങ്കിൽ അതിലധികമോ സാമ്പിൾസിന്റെ അരിത്തമെറ്റിക് മീൻ, അതിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ എല്ലാ സാമ്പിൾസും നമ്മൾ ഡ്രോൺ ചെയ്തിട്ടുള്ളത് സെയിം പോപ്പുലേഷനിലാണോ. സോ 2 അതിലധികമോ സാമ്പിൾസിനെ അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അനോവ അല്ലെങ്കിൽ അനാലിസിസ് ഓഫ് വാരിയൻസ് എന്നുള്ളതിൽ പറയുന്നത്. ദെൻ ഇവിടെ യൂസ് ചെയ്യുന്നത് എഫ് ടെസ്റ്റ് ആണ്. ദെൻ വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അനാലിസിസ് ഓഫ് വാരിയൻസ്? അനോവയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 or more സാമ്പിൾസിനെ അനലൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്യുന്നതിനെയാണ് അനോവ എന്ന് പറയുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്നത് എഫ് റേഷ്യോ അല്ലെങ്കിൽ എഫ് ടെസ്റ്റ് ആണ്. ദെൻ ഓരോ സാമ്പിൾസും നമ്മൾ ഡ്രോൺ ചെയ്യുമ്പോൾ ഈ ഡിഫറെൻറ്റ് സാമ്പിൾസ് അത് നമ്മൾ ഒരേ പോപ്പുലേഷൻ നിന്നാണോ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ സാമ്പിൾസിന്റെ മീൻസിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടോ, ആ ഡിഫറൻസസ് വരാനുള്ള കാരണങ്ങൾ അത് സെയിം ആണോ, അല്ലെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് എത്രമാത്രം ഉണ്ട്. സോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും അനലൈസ് ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിനുള്ള ഒരു ടൂളാണ് അനോവ അല്ലെങ്കിൽ അനാലിസിസ് ഓഫ് വാരിയൻസ് എന്നുള്ളത്. 2 അതിലധികവും സാമ്പിൾസിനെ അവിടെ എന്ത് ചെയ്യാണ്, സ്റ്റഡി ചെയ്യാണ്. എഫ് റേഷ്യോ ആണ് യൂസ് ചെയ്യുന്നത്. 2 സാമ്പിൾസ് എടുത്ത് അത് ഒരേ പോപ്പുലേഷൻ എന്നാണോ, അതിന്റെ മീൻസിൽ എന്തെങ്കിലും ഡിഫറൻസസ് ഉണ്ടോ, ദെൻ അതിന്റെ കോസസ് എന്താ, ഇത്രയും കാര്യങ്ങളാണ് അനാലിസിസ് ഓഫ് വാരിയൻസ് അല്ലെങ്കിൽ അനോവയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ 2 രീതിയിലാണ്, 2 ടൈപ്സ് ഓഫ് അനോവയാണ് ഉള്ളത്. ഫസ്റ്റ് വൺ വേ അനാലിസിസ് ഓഫ് വാരിയൻസ്. Then next one, second one, two-way analysis of variance. One-way analysis of variance അല്ലെങ്കിൽ one-way ANOVA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒബ്സർവേഷൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഓൺലി വൺ സിംഗിൾ ക്രൈറ്റീരിയന്റെ ബേസിലാണ്. ഒരു ഫാക്ടറിന്റെ ഓൺലി വൺ ഫാക്ടറിന്റെ ബേസിലാണ് നമ്മൾ അവിടെ സ്റ്റഡി ചെയ്യുന്നത് അല്ലെങ്കിൽ ഒബ്സർവേഷനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് one-way ANOVA എന്ന് പറയാം. ദെൻ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു കൃഷി ഇറക്കി, അതിൽ നിന്ന് കിട്ടുന്ന വിളവ് എന്ന് പറയുന്നത് അവിടുത്തെ മണ്ണിന്റെ ക്വാളിറ്റി, ദെൻ മഴ എത്രമാത്രം കിട്ടി, ദെൻ സീഡിന്റെ ക്വാണ്ടിറ്റി, ദെൻ ഫെർട്ടിലൈസേഴ്സിന്റെ യൂസ്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇതിൽ ഓൺലി വൺ ഫാക്ടർ, ഒന്നെങ്കിൽ അവൈലബിലിറ്റി ഓഫ് റെയിൻഫാൾ, അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് സോയിൽ, അല്ലെങ്കിൽ ഫെർട്ടിലൈസർ, അങ്ങനെ ഏതെങ്കിലും ഓൺലി വൺ ഫാക്ടറിന്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ വൺ സിംഗിൾ ക്രൈറ്റീരിയനെ മാത്രമാണ് നമ്മുടെ റിസർച്ച്, നമ്മുടെ സ്റ്റഡി ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതാണ് one-way ANOVA. ഓൺലി വൺ സിംഗിൾ ക്രൈറ്റീരിയൻ, ഓൺലി വൺ ഫാക്ടറിന്റെ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, സ്റ്റഡി ചെയ്യുന്നുള്ളൂ. ഇനി
ടു ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അറ്റ് എ ടൈം സൈമിൾട്ടേനിയസ്ലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് വാരിയബിൾസിന്റെ രണ്ട് ഫാക്ടേഴ്സിന്റെ എഫക്റ്റിനെ സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ടു വേ അനോവ എന്ന് പറയുന്നത്. സോ ഒന്നുകൂടി പറയാണ്, അനോവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഓർ ടെക്നിക് യൂസ്ഡ് ടു അനലൈസസ് ദ വാരിയൻസ് ഓഫ് ടു ഓർ മോർ സാമ്പിൾസ്. രണ്ടോ അതിലധികമോ സാമ്പിൾസിന്റെ വാരിയൻസസിന് അനലൈസ് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, അനോവ യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അതിന്റെ അരിത്തമെറ്റിക് മീനിൽ ഡിഫറൻസസ് ഉണ്ടോ, രണ്ടും ഒരേ പോപ്പുലേഷനിൽ ഡ്രോൺ ചെയ്തതാണോ, അങ്ങനെയൊക്കെ. ദെൻ അവിടെ യൂസ് ചെയ്യുന്നത് എഫ് ടെസ്റ്റ് ആണ്. ദെൻ നമ്മൾ പറഞ്ഞു വൺ വേ അനോവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലി വൺ സിംഗിൾ ക്രൈറ്റീരിയനെ, ഓൺലി വൺ സിംഗിൾ ഫാക്ടറിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വൺ വേ അനോവയാണ്. രണ്ട് ഫാക്ടേഴ്സിന്റെ എഫക്ട് സൈമിൾട്ടേനിയസ്ലി സ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടു വേ അനോവയാണ്. സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ പറഞ്ഞു. chi-square ടെസ്റ്റ്, ദെൻ വിൽകോക്സൺ റാങ്ക് ടെസ്റ്റ്, അതെല്ലാം പറഞ്ഞു. ദെൻ വാട്ട് ഈസ് അനോവ എന്ന് പറഞ്ഞു. ദെൻ വൺ വേ അനോവ, ടു വേ അനോവ. സോ ഇത്രയും പോർഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.